എല്ലാവരും സുഖമല്ലേ? ഇന്ന് ട്രൗട്ട് ഫിഷിനെ കൊണ്ട് കേരള സ്റ്റൈലിൽ ഒരു കറി ഉണ്ടാക്കാം. ട്രൗട്ട് യൂഷ്വലി ബേക്ക് ചെയ്തിട്ടും സ്റ്റീം ചെയ്തിട്ടൊക്കെ കഴിക്കാനാണ് നന്നായിട്ടുണ്ടാവുക. ഇതൊരു സാമൺ ഫാമിലിയിലുള്ള ഫിഷാണ്. കുറച്ച് ഇങ്ങനെ ഒരു കൊഴുത്ത പോലെയൊക്കെ അതിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ട്രൗട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രഷ്ലി ഫാംഡ് ഫിഷായിരുന്നു. ഫാമിൽ നിന്ന് ഡയറക്റ്റ്ലി മേടിച്ചായിരുന്നു. അവർ നല്ല ഫ്രഷ് ആയിരുന്നു. ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയുള്ള ഒരു സ്ലൈമിനെസ് ഒക്കെ കളയാൻ. ഞാനത് നെക്സ്റ്റ് ടൈം ക്ലീൻ ചെയ്യുമ്പം വേറെ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടാണ് ഉള്ളത്. ഇതിന് ചെറിയ ചെറിയ മുള്ളുണ്ടാവും. അതുകൊണ്ട് കഴിക്കുമ്പം സൂക്ഷിക്കണം. കണ്ടില്ലേ, സാമൺ പോലെ തന്നെ ഒരു പിങ്ക് ഫ്ലഷ് ആയിരിക്കും അതിനുണ്ടാവുക. ഇതിന് വേണ്ട കാര്യങ്ങൾ: ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഗാർലിക് ഒരു 5-6 ക്ലോവ്സ്, പിന്നെ അരക്കഷ്ണം സവാള, ഒരു 5-6 ഷലോട്ട്സ് ചെറിയ ഉള്ളി ചതുക്കിയത്, പിന്നെ കരിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, സവാള ഒരു അരക്കഷ്ണം, കരിവേപ്പില. ഇതെല്ലാം നമുക്ക് വഴറ്റാനുള്ളതാണ്. പിന്നെ ഒരു 3/4 കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി കശ്മീരിയും മറ്റേതും എരിവുള്ളതും മിക്സ് ചെയ്തതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ ഉലുവ, കടുക്, 2-3 കൊടംപുളി. കൊടംപുളിനെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. മൺചട്ടി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായാൽ നമുക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. ഉലുവ ഒരു നല്ല ഫ്രേഗ്രൻസ് വരുന്നവരെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അത് കരിഞ്ഞു പോകരുത്. കടുക് ആദ്യം ഇട്ടിട്ട് വേണമെങ്കിൽ ഉലുവ പിന്നെയും ഇടാം. ഫ്ലെയിം കൺട്രോൾ ചെയ്യണം, കരിഞ്ഞു പോകരുത്. എന്നിട്ടത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇടാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം. ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചെറിയുള്ളി എല്ലാം അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഓരോന്നായി ഇട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ മിഡ്വേ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പൾപ്പാവുന്നവരെ ഇതിനെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഉള്ളിയും കരിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനെ സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം നമുക്ക്. സാമൺ ഇതുപോലെ തന്നെ വെച്ച് നോക്കാം. ഇതിൽ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കി വന്ന മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നന്നായി സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. കുടംപുളി സോക്ക് ചെയ്തതിൽ ഇത് കണ്ടില്ലേ, ഈ കളറിലുണ്ടാവുക, നല്ല ഡാർക്കായിട്ട്. ഇതിപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ അത് ഒരു ലൈറ്റ് കളറായി തോന്നുന്നതാണ്. ഇനി നമുക്ക് ആ കുടംപുളി ഇട്ടു വെള്ളത്തോട് കൂടിയിട്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ അതിങ്ങനെ സിമ്മറായി പുളിയൊക്കെ ഇറങ്ങി ഈ മസാലേൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് സിമ്മർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതൊന്ന് നല്ലോണം കുറുകി വരുമ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം.
ഫ്രഷ് വാട്ടർ ഫിഷ് എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താലായിരിക്കും നന്നായി ഉണ്ടാവുക. തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ ഈ ട്രൗട്ടൊന്നും നന്നായിട്ടില്ല. മീനൊക്കെ ഇട്ട് കൊടുക്കും. പെട്ടെന്ന് വേവും ഈ മീൻ. 2-3 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് തന്നെ അത് വെന്തോളും. ഇട്ടതിന് ശേഷം ഒന്നത് ഒരു അര വേവാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ട്രൗട്ടിനെ വെറും ലൈമും പെപ്പറും സോൾട്ടും മാത്രം ഇട്ട് ബേക്ക് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2-3 മിനിറ്റ് മതി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് സിമ്മർ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഫ്ലേവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. പിന്നെ വെച്ചിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഈ ട്രൗട്ടിൻ്റെ മേലെ ഭയങ്കര ഒരു സ്ലൈമിനെസ് ഉണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊക്കെ മുഴുവനും വിനീഗറൊക്കെ ഇട്ടിട്ട് കഴുകി കളയണം. നാട്ടിലത്തെ ഏട്ട മീനൊക്കെ പോലത്തെ ഒരു ടെക്സ്ചറായിരിക്കും പുറത്തുണ്ടാവുക. ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓൾറെഡി നമ്മൾ ആദ്യം ഇട്ടത് കാരണം ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നില്ല. വേണ്ടവർ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചോ. റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി നല്ല രുചിയാവും. ട്രൗട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും കുക്ക് ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.